ഹലോ. ചാപ്റ്റർ 6 ഡെക്കറേഷൻ ഫോർ ഫെസ്റ്റിവൽ. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ വീട്ടിലോ സ്കൂളിലോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ എന്തെങ്കിലും ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് ഇതുപോലെ പല പൂക്കളും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് നമ്മൾ അലങ്കരിക്കാറുണ്ട് അല്ലെ? ഈ ചിത്രത്തിലേക്ക് നോക്കിയേ. ഇവരും ഏതോ ഫെസ്റ്റിവലിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പൂമാലകൾ ഉണ്ടാക്കുകയാണ്, ഗാർലൻഡ്സ് ഉണ്ടാക്കുകയാണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Decoration for celebration. Rohan and his friends need garlands. ഇവിടെ ഒരു ഗാർലൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മാലയാണ്. To decorate their homes for celebration. Each garland has 10 flowers. ഒരു ഗാർലൻഡിൽ, ഒരു മാലയിൽ 10 പൂക്കളാണുള്ളത്. 10 flowers. ഒന്ന് എണ്ണി നോക്കാം അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ഇതാണ് ഒരു ഫ്ലവർ. Complete the given table with the help of above picture. നിങ്ങൾ വേഗം ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നിങ്ങളുടെ പിക്ചർ നോക്കുക, എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് വൺ, റോഹൻ. റോഹനെ കണ്ടോ പിക്ചറില്? റോഹന്റെ അടുത്ത് നമ്പർ ഓഫ് ഗാർലൻഡ്സ്. റോഹന്റെ കയ്യില് ഒരു മാലയേ ഉള്ളൂ അല്ലെ? ഫുൾ ആയിട്ടുള്ളത് ഒരു മാലയാണ്. നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 2 flowers. 2 flowers എക്സ്ട്രാ. 1, 2. 2 പൂവ് ഇവിടെ എക്സ്ട്രാ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. ടോട്ടൽ എത്ര പൂക്കളുണ്ട്? 10 plus 2. 12. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡീഷൻ ആണ്. അഡീഷൻ, രണ്ട് കാര്യങ്ങൾ തമ്മിൽ ആഡ് ചെയ്യാണ്, രണ്ടെണ്ണത്തിന് മെർജ് ചെയ്യാണ്, അതിനെ ഒരുമിച്ചാക്കുകയാണ്. അതിനാണ് നമ്മൾ അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോ 1 മാല, ആ ഒരു മാലയിൽ 10 ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ 2 എക്സ്ട്രാ ഫ്ലവേഴ്സ് ഉണ്ട്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 plus 2, 12. 10 ഫ്ലവേഴ്സ് ആണ് മാലയിലുള്ളത്. പിന്നെ അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് കൗണ്ടിങ്. 10, 11, 12. 12 ഫ്ലവേഴ്സ്. നെക്സ്റ്റ് സിമ്രൻ. സിമ്രന്റെ കയ്യില് എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് ഗാർലൻഡ്സ് 3. 1, 2, 3. 3 ഫുൾ മാലകളുണ്ട്. നമ്പർ ഓഫ് ഫ്ലവേഴ്സ്, സിംഗിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് 7 ഉണ്ട്. നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. 1, 2, 3, 4, 5, 6, 7. 7 സിംഗിൾ ഫ്ലവേഴ്സ് ഉണ്ട്. 3 ഗാർലൻഡ്സ് എന്ന് പറഞ്ഞാൽ 30 ഫ്ലവേഴ്സ്. അതെങ്ങനെയാണ്? ഒരു ഗാർലൻഡിൽ 10 ഫ്ലവേഴ്സ് ആണുള്ളത്. 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി അടുത്ത മാലയിൽ again 10 flowers. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടുത്ത മാലയിലോ again 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എത്ര ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29 and 30. 30 അല്ലേ? അപ്പൊ 30 ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സിംഗിൾ ഫ്ലവേഴ്സ് എത്രയാണ്? 1, 2, 3, 4, 5, 6, 7. 7. 30 plus 7. Again നമ്മളത് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ കൗണ്ട് ചെയ്യേണ്ടത്? 30 വരെ എണ്ണി കഴിഞ്ഞു. 31, 32, 33, 34, 35, 36, 37. 7 വരച്ചതിന് ശേഷം 30 മുതൽ അത് കൗണ്ട് ചെയ്യുക. 37. ഓരോ പ്രാവശ്യവും ഇത്രയും കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറെ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ നിങ്ങൾ അത് ഈ കൗണ്ട് ചെയ്യാതെ തന്നെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം. 10 ഓൾറെഡി നമ്മുടെ കയ്യിൽ 10 ഉണ്ടെങ്കിൽ ഇനി അതിന്റെ കൂടെ നമ്മൾ 1 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 10 plus 1 equal to
11. ഇനി 10ന്റെ കൂടെ 2 ആണ് ആഡ് ചെയ്യുന്നതെങ്കിലോ 10 plus 2 equal to 12. കണ്ടില്ലേ 1 1 1 2. ഇനി 10ന്റെ കൂടെ 3 ആണ് ആഡ് ചെയ്യുന്നതെങ്കിലോ 10 plus 3 equal to 13. 1 3. ഇങ്ങനെ വേണം പഠിക്കാൻ. ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ചോദിക്കുകയാണ് 10 plus 7 എത്രയാണ്? നിങ്ങൾക്ക് ഈസി ആണല്ലേ 10 plus 7 equal to 17. 1 7. നെക്സ്റ്റ് ആകാശ്. ആകാശിന്റെ കയ്യിൽ എത്ര ഗാർലൻസ് ഉണ്ട് 1 2 3 4. 4 ഫുൾ ഗാർലൻസ് ഉണ്ട്. ഇത്രയും സിംഗിൾ പൂക്കളും ഉണ്ട്. ഒരു ഗാർലൻഡിൽ നമ്മൾ പറഞ്ഞു എത്രയാണ് 10 ഫ്ലവേഴ്സ്. അടുത്തതിലും 10 ഫ്ലവേഴ്സ്, അടുത്തതിലും 10 ഫ്ലവേഴ്സ്. 10 plus 10 ഒരു 10. ഇനി അതിന്റെ കൂടെ ഒരു 10ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 2 10s ആണ്, അതായത് 20. ഇനി 10 plus 10 plus 10 ഇത് 3 10s ആണ്, 3 10s ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ 1 10 2 10 3 10 എത്രയായി 310, അതായത് 30. അപ്പൊ 410നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈസി ആണല്ലേ 410 4 0. ഇതാണ് 410. ഇനി 5 10s ആണെങ്കിലോ 5 0 50. ഇതാണ് 510. 6 10 ആണെങ്കിൽ 6 0 60. ഇതാണ് 6 10s. അപ്പൊ ഇനി മുതൽ നിങ്ങൾ 10 10 10 എന്ന് പറഞ്ഞ് ഇരുന്ന് ഓരോന്നും കൗണ്ട് ചെയ്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ 9 മാലകളുണ്ട്, ഓരോ മാലയിലും 10 ഫ്ലവേഴ്സ് വീതമുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക 10നെ 9 ടൈംസ് എഴുതും അല്ലേ, 9 മാല ആയതുകൊണ്ട് 10 plus 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 10 9 ടൈംസ് എഴുതി. എന്നിട്ടാണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ ഈസി ആയിട്ട് എങ്ങനെ എഴുതാം 9 10s ആണ്. അപ്പൊ 9 0 9 0. ഓക്കെ. അപ്പൊ ആകാശിന്റെ കയ്യിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് നോക്കണ്ടേ? ആകാശിന്റെ കയ്യിൽ 4 മാലകളുണ്ട്. ഓരോ മാലകളിലും 10 ഫ്ലവേഴ്സ് വീതമുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി 4 10s. 4 10s എങ്ങനെ എഴുതുക 4 0. കണ്ടില്ലേ? ഇനി 8 സിംഗിൾ പൂക്കളുണ്ട്. 40 plus 8. 40 plus 8 equal to 48. നമുക്ക് ഇതൊന്നുകൂടി പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ആദ്യം 10ൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു 10 എങ്ങനെ എഴുതാം 1 10 1 0. 2 10 ആണെങ്കിലോ 2 0. 3 10 ആണെങ്കിലോ 3 0. 4 10 4 0. 5 10 5 0. പിന്നെ എങ്ങനെയാ വായിക്കാം 10 20 30 40 50. ഇനി നിങ്ങളോട് ഞാൻ 10 10s എഴുതാൻ പറഞ്ഞാലോ അപ്പോഴും ഈസിയാണ് 10 0. 10 10s ആണ് 100. 20 10s എഴുതാൻ പറഞ്ഞാലോ ഈസിയാണ് 20 0. 200. 20 10s ആണ് 200. 50 10s എഴുതാൻ പറഞ്ഞാലോ 50 0. ഈസിയാണ്. 10 പൂക്കളുള്ള 10 മാലകൾ ഉണ്ടാവുമ്പോൾ അതിൽ ടോട്ടൽ ഉണ്ടാവുന്നത് 100 പൂക്കളാണ്. ഇനി നമുക്ക് അഡീഷൻ നോക്കാം. നമ്മൾ 10 20 30 40യുടെ ഒക്കെ കൂടെ ഓരോ നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ അതും വളരെ ഈസിയാണ്. നമുക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങൾ എൻ്റെ കൂടെ പറയില്ലേ 10 plus 1 equal to 10 ഓൾറെഡി ഉണ്ട്, അതിന് കൂടെ 1 11. 10ന്റെ കൂടെ 2 ആണ് ആഡ് ചെയ്യുന്നത്. 10 plus 2 equal to 12. 10 plus 3 13. 10 plus 4 14. ദി റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഇതേപോലെയാണ് ഇനി
നമ്മളിപ്പോ 10ന്റെ കൂടെയല്ലേ ആഡ് ചെയ്തത്. ഇത് 20യുടെ കൂടെയാണ് ആഡ് ചെയ്യുന്നതെങ്കിലോ 20 plus 1 equal to 21. സെയിം ഇവിടെ 10 plus 1 ആയപ്പോൾ 11 ആയിരുന്നു. ഇവിടെ 20 plus 1 ആയപ്പോൾ 21. 20 plus 2 ആണെങ്കിലോ 22. റൈറ്റ് സൈഡ് മാത്രമാണ് മാറുന്നത് കേട്ടോ. 20 plus 3 equal to 23. 20 plus 4 equal to 24. ഇതേപോലെയാണ് നമ്മൾ 50യുടെ കൂടെയാണ് ആഡ് ചെയ്യുന്നതെങ്കിലും 50 plus 1 equal to 51. 50 plus 2 equal to 52. 50 plus 3 equal to 53. 50 plus 4 equal to 54. ഇതിലൊക്കെ ഒരു കോമൺ പാറ്റേൺ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഈ സൈഡിൽ നമ്മൾ ടെൻസ് കൂടി വന്നപ്പോ ഈ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ആണ് ചേഞ്ച് ചെയ്തത്. ഇവിടെ നമ്മൾ സിംഗിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് വന്നപ്പോ റൈറ്റ് സൈഡിലുള്ള നമ്പർ ആണ് കൂടിയത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ 12 എന്ന് എഴുതുമ്പോ ഇതിന് 2 ഡിജിറ്റ് ഉണ്ട്. ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള ഡിജിറ്റ് സിംഗിൾ ഡിജിറ്റ് ആണ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഡിജിറ്റ് ടെൻസ് ആണ്. വൺസ്, ടെൻസ്, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഈ സൈഡിലുള്ള വൺസ്, ടെൻസ്. ഇനി ഡിജിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് അത് കൂടുന്നത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കൂടി വരും. ഫോർ എക്സാമ്പിൾ 100 എന്ന് എഴുതുമ്പോ ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? കമോൺ, എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ റൈറ്റ് മോസ്റ്റ് ഇത് വൺസ് ആണെന്ന് നമുക്കറിയാം. ഇത് ടെൻസ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഒന്നുകൂടി കൂടിയല്ലേ? ഇതിന്റെ പേരാണ് ഹൺഡ്രഡ്സ്. കാരണം 100 സ്റ്റാർട്ട് ആയി. ഇനി ഏത് നമ്പർ 3 ഡിജിറ്റിലും ഏത് നമ്പർ എഴുതി കഴിഞ്ഞാലും 121 ആണെങ്കിൽ ഇതാണ് വൺസ്, ഇതാണ് ടെൻസ് ആൻഡ് ഇതാണ് ഹൺഡ്രഡിന്റെ സ്ഥാനം. ഓക്കെ, അപ്പൊ അതുപോലെ ഇവിടെ 2 ഡിജിറ്റുകൾ. 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ വൺസ് ആൻഡ് ടെൻസ്. റൈറ്റ് സൈഡിലാണ് വൺസ് ഉള്ളത്, ലെഫ്റ്റ് സൈഡിലാണ് 10 ഉള്ളത്. അപ്പൊ നമ്മൾ ആകാശിന്റെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആകാശിന്റെ അടുത്ത് 1 2 3 4 ഫുൾ മാലകളുണ്ട്. അതായത് 4 ടെൻസ്. 4 ടെൻസിനെ എങ്ങനെ എഴുതാൻ പറ്റും? 40. 4 ടെൻസ് ഈക്വൽ ടു 40. ഇനി എത്ര സിംഗിൾ പൂക്കളുണ്ട്? 1 2 3 4 5 6 7 8. 8 സിംഗിൾ പൂക്കളുണ്ട്. ടോട്ടൽ എത്ര പൂക്കളാണുള്ളത്? 40 plus 8 equal to 48. 48 flowers ഉണ്ട്. നെക്സ്റ്റ് സുവാലി. സുവാലിയുടെ അടുത്ത് എത്ര പൂക്കളാണുള്ളത്? 1 2 3 4 5 ഫുൾ മാലകളുണ്ട്. 5 ഫുൾ മാലകൾ എന്ന് പറഞ്ഞാൽ 5 ടെൻസ്, അതായത് 50. 3 സിംഗിൾ ഫ്ലവേഴ്സ് ഉണ്ട്. 1 2 3. 3 സിംഗിൾ ഫ്ലവേഴ്സ്. അപ്പൊ 3. ഇനി ആഡ് ചെയ്യാലോ. 50 plus 3 equal to 53. നെക്സ്റ്റ് ജാവേദ്. ജാവേദിന്റെ കയ്യില് 1 2 3 4. 4 ഫുൾ മാലകളുണ്ട്. 4 ഫുൾ മാലകൾ എന്ന് പറഞ്ഞാൽ 4 ടെൻസ് ആണ്. 4 ടെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? വേഗം പറയൂ. യെസ്, 40. 40 പ്ലസ് എത്ര സിംഗിൾ പൂക്കളുണ്ട്? 1 2 3. 3 സിംഗിൾ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ 3. 40 plus 3 equal to, ഈസി ആണല്ലേ? 40 plus 3 equal to 43. നെക്സ്റ്റ് സോഹ. സോഹയുടെ അടുത്ത് ആകെ 2 ഫുൾ മാലകൾ മാത്രമേ ഉള്ളൂ. സിംഗിൾ പൂക്കളൊന്നും ഇവിടെയൊന്നും കാണാനില്ല. 2 ഫുൾ മാല എന്ന് പറഞ്ഞാൽ 2 ടെൻസ് ആണ്. ദാറ്റ് മീൻസ് 20. ഇനി സിംഗിൾ പൂക്കളില്ല. ഇല്ലാത്തതിനെ നമ്മൾ എങ്ങനെ എഴുതും? 0 flowers. 20 plus 0. 0 means nothing. ഒന്നുമില്ല. 20 plus 0 is equal to 20. ഏത് നമ്പറിന്റെ കൂടെയും 0 ആഡ് കഴിഞ്ഞാൽ അതേ നമ്പർ ആണ് കിട്ടുക. 10 plus 0 equal to 10. 5 plus 0 equal to 5. 2 plus 0 equal to 2. 1 plus 0 equal to 1. ഇനി 0 plus 0 ആണെങ്കിലോ? ഒന്നുമില്ല അല്ലെ? ഈക്വൽ ടു 0.
How many flowers are used by Rohan and Swali? ഇപ്പൊ നമ്മള് അവരുടെ കയ്യിൽ ഓരോരുത്തരുടെയും കയ്യിലുള്ള ഫ്ലവേഴ്സിനെ കൗണ്ട് ചെയ്തു. ഇനി നമുക്ക് രണ്ടുപേരുടെ ടോട്ടൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട് എന്നൊന്ന് നോക്കാം. ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് റോഹന്റെയും സ്വാലിയുടെയും അടുത്ത് എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ്. റോഹൻ പറയാം, I have 10 plus 2 that equal to 12 flowers. സ്വാലി പറയുന്നത് എന്താ? I have 50 plus 3 equal to 53 flowers. Rohan brings one full garland and two single flowers. That means 10 plus 2 equal to 12. Swali brings 5 garlands and 3 single flowers. That is 50 plus 3 equal to 55. ഇനി ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഫുൾ ഗാർലൻഡിനെ മാത്രം കൺസിഡർ ചെയ്യാം. ഇവിടെ സ്വാലിയുടെ അടുത്ത് 5 ഫുൾ ഗാർലൻഡ് ഉണ്ട് ആൻഡ് റോഹന്റെ അടുത്തോ ഒരു ഗാർലൻഡേ ഉള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത് ടോട്ടൽ എത്ര ഫുൾ മാലയായി? 5 plus 1. 5 plus 1 equal to 6. അതായത് ടോട്ടൽ 6 ഗാർലൻഡ്സ് ഉണ്ട്. പ്ലസ് ഇനി എത്ര സിംഗിൾ ഉണ്ടെന്ന് നോക്കാലോ. 3 plus 2. 3, 4, 5. 5 സിംഗിൾ ഫ്ലവേഴ്സും ഉണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ടോട്ടൽ ആഡ് ചെയ്യാം. 6 മാലകൾ എന്ന് പറഞ്ഞാൽ 6 tens ആണ്. 6 10 എന്ന് പറഞ്ഞാൽ 60. 5 ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് 5. 60 plus 5 equal to 65. ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ ഈസി അല്ലേ? ഇവിടെ നമ്മൾ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ ഈസിയാണ്. ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളോട് ഞാൻ പറയുന്നു 27 plus 32 equal to dash. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ആഡ് ചെയ്യാൻ അറിയില്ല, ഇത് വലിയ നമ്പർ ആണ്, എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ വരും. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. 27 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം this is 20 plus 7 ആണല്ലോ. ഇനി 32 32 എന്ന് പറഞ്ഞാൽ 30 plus 2. ഇനി 20 എന്ന് പറഞ്ഞാൽ എന്താ? 20 എന്ന് പറഞ്ഞാൽ 2 tens ആണ് അല്ലേ? 2 10 ആണ് 20. അതുപോലെ 30 എന്ന് പറഞ്ഞാലോ 3 10 ആണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒരുമിച്ച് എഴുതി നോക്കിയാലോ. 2 10 3 10. ഇതിന്റെ കൂടെ 2 10 plus 7. 3 10 plus 2. ഇതിനെ ആഡ് ചെയ്യുമ്പോ നമ്മളെടുത്ത് ടോട്ടൽ എത്ര ടെൻസ് ഉണ്ട് ഇപ്പോ? 2 tensഉം 3 tensഉം. 2 plus 3 ഈസി ആണല്ലോ, 5 ആണ്. അപ്പൊ നമ്മളെടുത്ത് 5 10 ഉണ്ട് ടോട്ടൽ. 5 10 plus 7 plus 2 equal to 7 8 9. അതായത് 9. 5 tensഉം 9 സിംഗിളും ഉണ്ട്. എങ്ങനെ എഴുതാം? ഈക്വൽ ടു 5 10 എന്ന് പറഞ്ഞ 50 ആണ്. 9 എന്ന് പറഞ്ഞ 9 ആണ്. 50 plus 9 equal to 59. ഇത് കാണുന്ന സമയത്ത് വലിയ സ്റ്റെപ്പ് പോലെ തോന്നും, പക്ഷെ നിങ്ങൾക്കത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മാത്സ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരിക്കലും കേട്ട് മാത്രം പഠിക്കരുത്. ഒരു പേപ്പർ എടുക്കുക, അതിൽ ചെയ്ത് നോക്കുക. സ്പ്ലിറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. റോഹന്റെയും സുവാലിയുടെ അടുത്ത് ടോട്ടൽ എത്ര ഫ്ലവേഴ്സ് ആയി? 65 ഫ്ലവേഴ്സ്. ഇനി അതേ നമ്പറിനെ തന്നെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? റോഹന്റെ അടുത്ത് ഉണ്ടായിരുന്നത് 12 ഫ്ലവേഴ്സ് ആണ്. 1 2. 1 എന്ന് പറഞ്ഞാൽ ടെൻസ് ആണ്. 2 എന്ന് പറഞ്ഞാൽ വൺസ് ആണ്. റൈറ്റ് സൈഡിൽ ഉള്ളതാണ് വൺസ്, ലെഫ്റ്റ് സൈഡിലാണ് ടെൻസ്. ഇനി 53, അതിൽ 3 ആണ് വൺസ്, 5 ആണ് ടെൻസ്. എത്ര 10 ഉണ്ട്? 5 tens. ഇവിടെയോ 1 tens. ഇനി ഇതിനെ എങ്ങനെ ആഡ് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ വൺസിന്റെ നമ്പർ ആണ് ആഡ് ചെയ്യുക. റൈറ്റ് സൈഡിൽ നോക്കുക. വൺസ് 2 plus 3 equal to, അതിന്റെ താഴെ നമുക്ക് ഇങ്ങനെ എഴുതാം 5. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. എത്ര ടെൻസ് ഉണ്ട്? 1 plus 5 equal to 6. 65. എങ്ങനെയാ ചെയ്തിരിക്കുന്നത്? 12 plus
53. എങ്ങനെ ആഡ് ചെയ്യാം? ആദ്യം റൈറ്റ് സൈഡ് ആഡ് ചെയ്യാം. റൈറ്റ് സൈഡിൽ 3 plus 2 equal to 5. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. 5 plus 1 equal to 6. Correct അല്ലേ? How many flowers are used by Zoha and Javed in all? ഇനി അടുത്ത രണ്ടുപേരാണ് സോഹയും ജാവേദും. സോഹയുടെ അടുത്ത് എത്രയുണ്ട്? 2 full മാലകള്, അതായത് 2 garlands plus 0 flowers equal to 20. ഇത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ജാവേദിന്റെ അടുത്താണെങ്കിലോ 4 full മാലകളും 3 single പൂക്കളും ഉണ്ട്. അപ്പൊ ടോട്ടൽ 43. ഇനി ഇതിനെ എങ്ങനെ ആഡ് ചെയ്യാം? 2 മാല plus 4 മാല, 2 plus 4 equal to 6 full മാല ഉണ്ട്. സിംഗിൾ ഫ്ലവേഴ്സ് നോക്കുമ്പോൾ 0 plus 3 equal to 3 ഉണ്ട്. അപ്പൊ 6 full garlands എന്ന് പറഞ്ഞാൽ 60, 3 flowers എന്ന് പറഞ്ഞാൽ 3. 60 plus 3 equal to 63. ഇനി നമുക്ക് നമ്പർ എഴുതി ആഡ് ചെയ്ത് നോക്കണ്ടേ? 43 plus 20. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ ആദ്യം ആഡ് ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡിലുള്ള വൺസ് ആണ്. 3 plus 0 equal to 3. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. ടെൻസ് ആണ്. 4 plus 2 equal to 6. 63. 3 plus 0 equal to 3. ഇനി അടുത്തത് ലെഫ്റ്റ് സൈഡിൽ 4 plus 2. ഇവിടെ ഓൾറെഡി 3 ആണ്. 4 plus 2 equal to 6. അപ്പൊ ആൻസർ ആണ് 63. What is the total number of flowers used by Zoha and Akash? ആകാശിൻ്റെത് എത്ര മാലയായിരുന്നു? 1, 2, 3, 4. 4 full മാലകളും 1, 2, 3, 4, 5, 6, 7, 8. 8 single flowers ആണ്. അതായത് 4 മാല എന്ന് പറഞ്ഞാൽ 40 plus 8 single flowers എന്ന് പറഞ്ഞാൽ 8. That is 48. ആകാശിന്റെ കയ്യിൽ 48 flowers ഉണ്ട്. 4 full മാലകള്, 8 single flowers. അപ്പോ 40 plus 8. ഇത് 0 അല്ല കേട്ടോ, ഇതൊരു പൂവാണ്. 40 plus 8 equal to 48. ഇനി ഇതിന് രണ്ടിനെയും കൂടി ആഡ് ചെയ്യണം. ഈസി ആണല്ലേ? ഇവിടെ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? 4 full മാലകളും 2 full മാലയും. 4 plus 2 equal to 6 മാല. ഇവിടെ 8 plus 0 പറഞ്ഞു. ഏത് നമ്പറിന്റെ കൂടെയും 0 ആഡ് ചെയ്യുമ്പോൾ അതേ നമ്പർ ആണ് വരിക. 8 plus 0 equal to 8 single flower. 60 plus 8 equal to 68. സോഹയുടെ അടുത്ത് 20 ആണുള്ളത്. ആകാശിന്റെ അടുത്ത് 48. നമുക്ക് 20 plus 48 ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. 48 plus 20 ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. നിങ്ങൾ ഇനി കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. രണ്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഏത് മുകളിൽ എഴുതണം, ഏത് താഴെ എഴുതണം എന്നൊന്നും പ്രശ്നമില്ല. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് 4820. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? റൈറ്റ് സൈഡ് 1ന്റെ സൈഡ് ആഡ് ചെയ്യുക. 8 plus 0 equal to 8. പിന്നെ 10ന്റെ സൈഡ് ആഡ് ചെയ്യുക. 4 plus 2 equal to 6. 68. Next, what is the total number of flowers used by Rohan and Simran? റോഹന്റെ കയ്യിൽ ഫുൾ 1 garland ഉണ്ട്. അപ്പൊ 1 full മാല plus 2 single flowers ഉണ്ട്. 2 single flowers. അപ്പൊ ഇത് എത്രയായി? 1 10 എന്ന് പറഞ്ഞ 10 ആണ്. plus 2 single flowers എന്ന് പറഞ്ഞ 2 ആണ്. ടോട്ടൽ 12. സിമ്രന്റെ കയ്യിലോ 1, 2, 3. 3 മാലയുണ്ട്. 1, 2, 3, 4, 5, 6, 7. 7 single പൂക്കളുണ്ട്. അപ്പൊ 30 plus 7 equal to 37. ഇനി ഇതിനെ രണ്ടിനെയും നമുക്ക് ആഡ് ചെയ്യണ്ടേ? എങ്ങനെ ആഡ് ചെയ്യാം? നമുക്ക് എത്ര മാലകളുണ്ട് ഇപ്പോ? 3 plus 1, അതായത് 4 മാലകളുണ്ട്. സിംഗിളോ 7 plus 2 equal to 9 single പൂക്കളുണ്ട്. 4 മാലകൾ എന്ന് പറഞ്ഞാൽ 40 plus 9 flowers എന്ന് പറഞ്ഞാൽ 9 equal to 49. ഇതിനെ എങ്ങനെ ആഡ് ചെയ്യാം?
12 plus 37. 12 plus 37. നമുക്ക് റൈറ്റ് സൈഡ് ആഡ് ചെയ്യണം. 7 plus 2 equal to 9. 3 plus 1 equal to 4. അപ്പോൾ ആൻസർ equal to 49. Let's do it on a ഗിൻലടി. ഗിൻലടി എന്താണെന്ന് നിങ്ങൾ മുമ്പത്തെ ചാപ്റ്ററിലൊക്കെ കണ്ടു അല്ലേ? ഗിൻലടി എന്ന് പറഞ്ഞാൽ മുത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇത്രയും നേരം ചെയ്ത കാൽക്കുലേഷൻസ് ഇനി നമുക്ക് ഗിൻലടി ഉപയോഗിച്ചിട്ടും ചെയ്ത് നോക്കാം. 25 plus 12 equal to dash. ഇതിന്റെ ആൻസർ നമുക്ക് അറിയില്ല. ഇത് നമുക്ക് ഗിൻലടി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കാം. Count 12 ahead of 25. ഇതിനെ എങ്ങനെയാ പറയാ? ഓൾറെഡി 25 ഉണ്ട്. ഇനി count 12 ahead of 25. 25 ഇവിടെ ഗിൻലടിയിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. യെല്ലോ കളറിന്റെ ഗ്രൂപ്പ് 10 ആണ്. അടുത്ത ബ്ലൂ കളറിന്റെ ഗ്രൂപ്പ് അഗെയിൻ 10 ആണ്. അതിനുശേഷം 1 2 3 4 5 ബീറ്റ്സ്. അപ്പൊ 25. 10 plus 10 plus 5 equal to 25. അതിനുശേഷം നമ്മൾ 12 കൗണ്ട് ചെയ്യാൻ പോവാണ്. 1 2 3 4 5 6 7 8 9 10 11 and 12. ആൻസർ കിട്ടിയിരിക്കുന്നത് എന്താണ്? 37 ആണ്. കറക്റ്റ് ആണോ? 10 plus 10 20. 20 plus 10 30. അതിനുശേഷം 31 32 33 34 35 36 and 37. കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പൊ വേറെയും മെത്തേഡ് അറിയാം അല്ലെ? ഈ രീതിയിലും നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. എങ്ങനെ ആഡ് ചെയ്യാം? 25 12. എങ്ങനെ ആഡ് ചെയ്യാം? 5 plus 2 is 7. 2 plus 1 is 3. കറക്റ്റ് ആണ്. ഇനി ഗിൻലടി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടി നമുക്ക് നേരത്തെ പോലെ തന്നെ കുറച്ച് നമ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ മുമ്പ് എന്താ ചെയ്തിരുന്നത്? 10 plus 3 equal to 13. അല്ലെങ്കിൽ 20 plus 3 equal to 23. 10 plus 7 equal to 17. ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്. ഇപ്പൊ ഇതൊന്ന് തിരിച്ച് ചെയ്ത് നോക്കാം. 3 plus 10 സെയിം ആണ്, പക്ഷെ നമ്മൾ തിരിച്ചെഴുതി അത്രയേ ഉള്ളൂ. 3 plus 10. 3യിൽ നിന്ന് വീണ്ടും 10 കൗണ്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 13 ആണ്. ഈ 13 plus 10 ആൻസർ പറയൂ. 13 plus 10 equal to 23. കണ്ടോ, ടെൻസിന്റെ സൈഡിൽ വാല്യൂ മാറുന്നുണ്ട്. ഇനി 23 plus 10. 23ൽ 2 ടെൻസ് ആണ്. അതിന്റെ കൂടെ നമ്മൾ ഒരു 10 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ 33. അതുപോലെ 15 ആണെങ്കിലോ റൈറ്റ് സൈഡ് നമ്മൾ നോക്കണ്ട, കാരണം നമ്മളിപ്പോ 10 അല്ലേ ആഡ് ചെയ്യുന്നത്. 15 plus 10 equal to 25. 16 plus 10 equal to 26. ഇനി 33 ആണെങ്കിലോ 33 plus 10 equal to 3 ടെൻസ് ഇപ്പൊ ഉണ്ട്, ഒരു 10 കൂടെ ആഡ് ചെയ്യും. 43. 75 ആണെങ്കിലോ plus 10 equal to 85. അപ്പൊ ഏത് നമ്പറിനോടും 10 ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ അത് ടെൻസിന്റെ സൈഡിൽ ഓരോ നമ്പർ ഇൻക്രീസ് ആവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ കൂടെ ആൻസർ പറയണം. 56 plus 10 equal to 66. 82 plus 10 equal to 92. 73 plus 10 equal to 83. 12 plus 10 equal to 22. 43 plus 10 equal to 53. 44 plus 10 equal to 54. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഗിൻലടിയിലേക്ക് തിരിച്ചു പോകാം. 57 plus 34 equal to dash. 57 plus 34 എങ്ങനെയും കൂടി എഴുതാം. Count 34 ahead of 57. ഗിൻലടിയിൽ 57 ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ
34 beats. ഇത് കൗണ്ട് ചെയ്ത് ഉറപ്പിക്കണം 34 beats ആണോ എന്ന്. അതിന്റെ ആൻസർ ആണ് ഇവിടെ വരുന്നത്. ഗിൻലഡിയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ കൺഫ്യൂഷൻ ഇല്ലാതെ വേണം ആഡ് ചെയ്യാൻ. ഒന്നുകിൽ നിങ്ങൾക്ക് സ്ട്രേറ്റ് 34 നമ്പർ ഓഫ് ബീറ്റ്സ് 1 2 3 എന്ന് കൗണ്ട് ചെയ്യാം. അത് ഈസി ആണല്ലോ, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. നമുക്ക് ഇതിനെ 1 2 3 ഇവിടെ 3 എന്ന് എഴുതാം. അതിനുശേഷം നിങ്ങൾക്കറിയാം ഇതെന്താണ് 10 ആണ്, ഇതാണ് 10, ഇതും 10 ആണ് അല്ലെ. അപ്പൊ ഇപ്പൊ എത്രയായി? 10 plus 10 plus 10 is 30. 30 plus 3 equal to 33. നമുക്ക് 33 അല്ല 34 ആണ് വേണ്ടത് അല്ലെ. അപ്പൊ ഒരു ബീഡും കൂടി നമുക്ക് ആവശ്യമുണ്ട്, അതും കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ 1. അപ്പൊ ആൻസർ എത്രയാ വരേണ്ടത്? 57 plus 3. ഈ ബ്ലൂ ഇവിടെ തീരും, അപ്പൊ 60 ആവും. 60 plus 10 70. 70 plus 10 80. 80 plus 10 90. 90 plus 1 is equal to 91 beats. Let's understand this way. ഇനി ഇതിനെ വേറെ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. 57 plus 34. 57 ഓൾറെഡി മാർക്ക് ചെയ്തു. ഇനി ആ 57ന് ശേഷമുള്ള 34നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 34നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 30 plus 4. ഇത് നിങ്ങൾക്ക് അറിയാം അല്ലെ. 34 equal to 30 plus 4. 57 plus 30 plus 4. 57 plus 30 is equal to 87. അതെങ്ങനെയാണ്? 57 30 എന്ന് പറഞ്ഞാൽ 3 tens ആണ്. 10 20 30. 57 plus 10 67. 67 plus 10 77. 77 plus 10 87. 57 plus 30 87 plus 4 which is equal to 91. അപ്പൊ നമുക്ക് ഗിൻലഡിയിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ആദ്യം 57, അതിനുശേഷം 10 ബീഡ്സ് കൗണ്ട് ചെയ്യാം. 10 അടുത്ത 10 അടുത്ത 10. അപ്പൊ 30 ആയല്ലോ. ഇനി പ്ലസ് 4 4 സിംഗിൾ ബീഡ്സും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് 91 ആണ്. കൗണ്ട് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം 24 plus 43 equal to dash. Count 43 ahead of 24. എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? 24നെ അങ്ങനെ തന്നെ എഴുതി, 43നെ 40 plus 3 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഈ 40 നമുക്കറിയാം 40 equal to 10 plus 10 plus 10 plus 10 ആണ്. 4 tens ആണ് 40. ആദ്യം 24 മാർക്ക് ചെയ്തു, അതിനുശേഷം ഒരു 10 ഒരു 10 ഒരു 10 ഒരു 10 അങ്ങനെ 4 10നെ അവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള 3 സിംഗിൾ ബീഡ്സും കൂടി ആഡ് ചെയ്തു. ഇപ്പൊ ആൻസർ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 67. അതിവിടെ ഓൾറെഡി മാർക്ക്ഡ് ആണ്. നമുക്കത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ കൗണ്ട് ചെയ്ത് ഉറപ്പിക്കുക. നമുക്കതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാം? 24 plus 43 which is equal to 4 plus 3 equal to 7. 4 plus 2 equal to 6. Yes, answer correct ആണ്. We can get the number 43 in another way. 43നെ നമ്മൾ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്തത്? 40 plus 3 അല്ലെ. 43 equal to 40 plus 3. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു? 40 എന്ന് പറഞ്ഞാൽ 10 10 10 10. ഇതാണ് 40. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? 2 10ന് ഒരു ഗ്രൂപ്പും 2 10ന് ഒരു ഗ്രൂപ്പും അടുത്ത 3ന് ഒരു ഗ്രൂപ്പും ആക്കാം. 2 10 എന്ന് പറഞ്ഞാൽ 20. ഈ 2 10 എന്ന് പറഞ്ഞാൽ 20 again 3. അതായത് 20 plus 20 plus 3. 43നെ നമുക്ക് ഇങ്ങനെയും എഴുതാം. പല രീതിയിലും നമുക്ക് 43നെ ഗ്രൂപ്പ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരേ 43നെ തന്നെ പല രീതിയിലും ഗ്രൂപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 40 plus 3, 20 plus 23, 30 plus 30 അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് മാത്സിന്റെ മാജിക്. It's difficult to count the beats of a Ginladi every time.
ശരിയാണല്ലേ? നേരത്തെ നിങ്ങൾ 10 ഒക്കെ കൗണ്ട് ചെയ്ത് വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. ലെറ്റ് മീ റൈറ്റ് നമ്പേഴ്സ് ഇൻ പ്ലേസ് ഓഫ് ബീഡ്സ്. അപ്പൊ നമുക്ക് ഈസി ആക്കാൻ വേണ്ടി ഓരോ ബീഡിനെയും കൗണ്ട് ചെയ്ത് പോകുന്ന പോലെ നമ്പർ അതേ സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഐ എം കോളിംഗ് ദിസ് a number line. എന്നിട്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? നമ്പർ ലൈൻ. ഒരു ലൈനില് കറക്റ്റ് ആയിട്ട് നമ്പർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. Now add the numbers on the number line. First problem 23 plus 14. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യാം? ഫസ്റ്റ് നമ്പർ ലൈൻ വേയിൽ പോവാം. 23. ഇനി നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ നോക്കിയാൽ അറിയാം എവിടെ 23 ഉള്ളത്. ഇവിടെ 23 ഉണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് 14 ആഡ് ചെയ്യണം. 14 എന്ന് പറഞ്ഞാൽ എന്താണ്? 14 ഈക്വൽ ടു 10 പ്ലസ് 4. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു 23യുടെ കൂടെ 10 ആഡ് ചെയ്താൽ എന്താ ആൻസർ വരിക? 23ന്റെ കൂടെ 10 ആഡ് ചെയ്താൽ 33 ആവും അല്ലെ? ഈ ടെൻസിന്റെ പ്ലേസ് ആണ് മാറി മാറിയത്. അപ്പൊ 23 പ്ലസ് 10 ഈസി ആയിട്ട് നമ്മൾ 33യിലെത്തും. എന്നിട്ട് അവിടുന്ന് നമുക്കൊരു 4 ആഡ് ചെയ്യണം. 1 2 3 4. ആൻസർ 37. ഗില്ലടി മാത്രമുള്ളതിനേക്കാളും കൂടുതൽ ഈസി അല്ലേ നമ്പർ ലൈൻ യൂസ് ചെയ്യുന്നത്? സോ ദ ആൻസർ 37. ഇനി ഇത് അടുത്ത മെത്തേഡ് എന്തായിരുന്നു? എഴുതി നോക്കാം അല്ലെ? 23 14 ആഡ് ചെയ്യാം. 3 plus 4 is 7. 2 plus 1 is 3. എത്ര പെട്ടെന്ന് ആൻസർ കിട്ടി? നെക്സ്റ്റ് 24 plus 16. 24 ഗില്ലടിയിൽ മാർക്ക് ചെയ്യാൻ ഇവിടെ 24 ഇവിടെ ഉണ്ട് അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? 16. 16 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 10 plus 6 ആണ്. 24 plus 10 എത്രയാ? 34. ഇവിടുന്ന് ഇവിടേക്ക് 10 ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 34ലെത്തി. ഇനി നമുക്ക് 6 ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ 1 2 3 4 5 6. ആൻസർ എത്രയാണ്? 40. വളരെ ഈസിയാണ്. 40. നെക്സ്റ്റ് 11 plus 22. 11 എന്ന് പറഞ്ഞാൽ വേഗം തന്നെ മാർക്ക് ചെയ്തേ. നമ്പർ ലൈൻ 11. ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് 22 ആണ്. 22 എന്ന് പറഞ്ഞാൽ 20 plus 2. 20 എന്ന് പറഞ്ഞാൽ 10 plus 10 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? 11 plus 10 is 21. അതിനുശേഷം അഗെയിൻ ഒരു 10 ഉണ്ട് അല്ലെ? 21 plus 10 31. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് 2 ആണ്. 31 32 33. So the answer is 33. 11 plus 22 is equal to 33. ഇത് എങ്ങനെ ചെക്ക് ചെയ്യും? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. 11 plus 22. 1 plus 2 3. 1 plus 2 3. 33. Correct. Read the number line and fill the boxes. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. നമ്പർ ലൈൻ മാത്രം കാണിക്കും, ബോക്സസും തരും. നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കി ഇത് ഫിൽ ചെയ്യണം. പെട്ടെന്ന് നോക്കാം. 22 ആദ്യം തന്നെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഡാഷ് എത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത്? 10 plus 6. 10 plus 6 is yes 16. The answer is 38. കണ്ടോ? ഇത് മാർക്ക് ചെയ്ത് ഇവിടെ റീഡ് ചെയ്യാം. ഇത് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന്. 22 plus 16 equal to 6 plus 2 8. 2 plus 1 3. Yes correct ആണ്. അത് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം. ഇത് ജസ്റ്റ് ഇവിടേക്ക് റീഡ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾക്ക് എക്സാമിനും ഇതുപോലെ വരുന്നതാണ്. നെക്സ്റ്റ് അതുപോലെ 18 plus dash equal to dash. എത്ര ആഡ് ചെയ്തതെന്നോ എത്ര ആൻസർ കിട്ടുന്നതെന്നോ ഇവിടെ ബോക്സിൽ തന്നിട്ടില്ല, പക്ഷെ അത് നമ്പർ ലൈനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് മാർക്ക് ചെയ്യുക 18 അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്തത് 10 plus 3 ആണ്. 10 plus 3 is nothing but 13. ഈസി അല്ലേ? 30. ആൻസർ എവിടെയാ എത്തിയിരിക്കുന്നത്? 31. So the answer is 31. നെക്സ്റ്റ് ഇവിടെ എന്ത് ആഡ് ചെയ്തിട്ടാണ്, എന്തിനോട് ആഡ് ചെയ്തിട്ടാണ്? ആൻസർ ഒന്നും തന്നിട്ടില്ല, പക്ഷേ ഇറ്റ് ഇസ് ഗിവൻ ഇൻ ദ പിക്ചർ. 11ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 11 plus 10 plus 10 plus 3. 10 plus 10 is 20. 20 plus 3 is 23. 11 plus 23 equal to ആൻസർ എവിടെ എത്തിയിരിക്കുന്നത്? 34. 34. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 11 23. 3 plus 1 is 4. 2 plus 1 is 3. 34. Add these numbers. ഇനി നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ ആഡ് ചെയ്യാൻ കുറച്ച് പ്രോബ്ലംസ് താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം. ആദ്യം വൺസ് ആണ് ചെയ്യേണ്ടത്. 4 plus 3 is 7.
4 plus 2 is 6. Answer is 67. Next, 6 plus 3 is 9. 5 plus 2 is 7. 0 plus 5 is 5. 0 add ചെയ്യുമ്പോൾ അതേ നമ്പർ ആണ് വരിക. 6 plus 2 is 8. 85. 2 plus 0 is 2. 5 plus 3 is 8. 82. ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ മാത്രം ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, മാത്സിൽ രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പല മെത്തേഡ്സും ഉണ്ട്, പല രീതിയിലും ചെയ്യാം. ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതി ചെയ്തു, അതിനെ സ്പ്ലിറ്റ് ചെയ്തു, അതിനെ 10ന്റെ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ആഡ് ചെയ്തു, ഗിൻലടി ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്തു, നമ്പർ ലൈൻ ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്തു. ഇവിടെ പ്ലേയിങ് വിത്ത് ബ്ലോക്സ് ഉപയോഗിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Mahi has some blocks. Isha came with her blocks to play. Let's help them in finding how many blocks they have in total. മഹിയുടെ ബ്ലോക്സ് ആണ് ഇത്, ഇഷയുടെ ബ്ലോക്സ് ആണ് ഇത്. നിങ്ങൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടലി എത്ര ബ്ലോക്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു വലിയ ബ്ലോക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഈ വലിയ ബ്ലോക്കിന്റെ അർത്ഥം 1 2 3 4 5 6 7 8 9 10. കുഞ്ഞ് 10 ബ്ലോക്സ് ചേർന്നതാണ് ഒരു വലിയ ബ്ലോക്ക്. അപ്പൊ ഇനി മുതൽ നമ്മൾ ഈ കാൽക്കുലേഷനിൽ ചെയ്യുന്ന സമയത്ത് വലിയ ബ്ലോക്കിന് 10 എന്നും ചെറിയ ബ്ലോക്കിന് 1 എന്നുമാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. അപ്പൊ മഹിയുടെ അടുത്ത് 2 10s, 2 10 ബ്ലോക്ക് ഉണ്ട്, 3 1s. സിമിലർലി ഇഷയുടെ അടുത്ത് 3 10s, 1 2 3 and 8 1s, 1 2 3 4 5 6 7 8. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് 10 ബ്ലോക്ക് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വലിയ ബ്ലോക്ക് ആക്കി കൺവേർട്ട് ചെയ്യും. ബാക്കി എത്രയാണോ സിംഗിൾ വരുന്നത് അതിന് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 2 10ന്റെ ബ്ലോക്ക് ഉണ്ട്, 3 10ന്റെ ബ്ലോക്ക് ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 2 plus 3 is 5 10. വലിയ ബ്ലോക്കിനെ എല്ലാം ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് 5 10s. ഇനി ചെറുതിനെ കമ്പൈൻ ചെയ്തു. എത്രയാണ് ടോട്ടൽ? 1 2 3 4 5 6 7 8 9 10 11. 11 ones ഉണ്ട്. 11 ones എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10. 10 ബ്ലോക്സിനെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആക്കി ബാക്കി ഇനിയുള്ളത് ഒരു സിംഗിൾ വൺ ആണ്. അതായത് 11 എന്ന് പറഞ്ഞാൽ 1 10s and 1 ones. ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇത് ഇനിയിപ്പോ വലിയ ബ്ലോക്ക് ആയി മാറിയല്ലേ? 5 10 ഓൾറെഡി ഉണ്ടായിരുന്നു, ഒരു 10 ഇപ്പോ വന്നു. അപ്പൊ 6 10s and ബാക്കിയുള്ള കുഞ്ഞു ബ്ലോക്ക് 1 ones. ഇത് എങ്ങനെയാണ് എഴുതുക? 6 10s എന്ന് പറഞ്ഞാൽ 60, 1 1 എന്ന് പറഞ്ഞാൽ 1. 60 plus 1 equal to 61. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ്. അതുപോലെയുള്ള കുറെ പ്രോബ്ലംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 10s and 6 1. 3 10s 30, 6 1 6. അപ്പൊ ഇത് 36 ആണ്. 4 10s and 7 1s. 4 10s എന്ന് പറഞ്ഞാൽ 40 ആണ്. 7 1s എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പൊ 47. ഇതിനെ നമുക്ക് ആദ്യം ടെൻസിനെയും ആഡ് ചെയ്യാം. 3 plus 4 is equal to 7 10s. ഇനി ബാക്കിയുള്ള സിംഗിൾസ് എന്ന് പറഞ്ഞാൽ 13 സിംഗിൾസ്. അതില് 10 ബോക്സിനെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റി. 13 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ? 10 plus 3 ആണ്. അപ്പൊ ഒരു 10ന്റെ ബ്ലോക്ക് അവിടെ ഉണ്ടായി വന്നു. ബാക്കി വരുന്ന സിംഗിൾസ് 3 ആണ്. അപ്പോ 7 10s ഓൾറെഡി ഉണ്ടായിരുന്നു. പുതിയതായിട്ട് ഒരു 10ന്റെ ബ്ലോക്ക് കൂടി വന്നു. അപ്പൊ അത് 8 10s ആയിട്ട് മാറി. ആൻഡ് ബാക്കി 3 1s ഉണ്ട്. ഇതിനെ എങ്ങനെ എഴുതാം? 8 10s equal to 80, 3 1s equal to 3. 83. Next, 4 10s plus 5 1s. 4 10s plus 9 1. 4 10ഉം 4 10ഉം കൂടി 8 10s ആയിട്ട് മാറി. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. നമുക്ക് ഇവിടുത്തെ 5 1s നിന്ന് എഴുതി നോക്കാം. 5 1 2 3 4 5. ഇനി അടുത്തത് 9 1s ഉണ്ട്. അപ്പൊ 1 2 3 4 5
6, 7, 8, 9. 5 ones, 9 ones. ഇതിനെ 10 ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പ് ആക്കാം അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത്രയും നമുക്ക് ഒരു പുതിയ ഗ്രൂപ്പായിട്ട് ഒരു പുതിയ 10 ആയി മാറി. ഓൾറെഡി 8 10 ഉണ്ട്. ഇപ്പൊ ഒരു പുതിയ 10 കൂടി വന്നു. ഇവിടെ 1 10ഉം ബാക്കി 4 സിംഗിൾസും ഉണ്ട്. 4 വൺസും ഉണ്ട്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിലേക്ക് എന്ത് വന്നു? 1 tens പിന്നെ 4 ones. ഈ 8 10ഉം 1 10ഉം കൂടി ചേർന്ന് കഴിഞ്ഞാൽ 9 tens ആണ് അല്ലേ? അപ്പൊ ഇവിടെ ടോട്ടൽ എത്രയുണ്ട്? 9 tens എന്ന് പറഞ്ഞാൽ 90 plus 4 ones എന്ന് പറഞ്ഞാൽ 4 which is equal to 94. നല്ല ബ്ലോക്സ് ഒക്കെ നിങ്ങൾ വരച്ചു നോക്കണം. ഓക്കെ, അടുത്തത് 5 tens plus 3 tens. 5 plus 3 is equal to 8 10. ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് ones നോക്കാം. 8 ones ആണ് ആദ്യം ഉള്ളത്. 1, 2, 3, 4, 5, 6, 7, 8. ഇനി ഇവിടെ 2 ones ഉണ്ട്. 1, 2 ones. നമുക്ക് ഇതിനെ കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓ, ഇതാകെ 10 ബ്ലോക്സേ ഉള്ളൂ. ഒരു 10 ആണ്. അതിന്റെ കൂടെ എക്സ്ട്രാ സിംഗിൾ ബോക്സ് ഒന്നുമില്ല. അപ്പൊ 1 10 ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഓൾറെഡി 8 10 ഉണ്ട്. നമുക്കിപ്പോ ഒരു 10 കൂടി കിട്ടി. സോ വിച്ച് ഇസ് ഈക്വൽ ടു 9 tens. 9 tens എന്ന് പറഞ്ഞാൽ 90. നെക്സ്റ്റ് 8 tens. 1 10 and 4 ones. 8 tensഉം 1 tensഉം കൂടി ചേർന്നാൽ 9 10 ആയിട്ട് മാറും. ഇനി എത്ര സിംഗിൾ ആണുള്ളത്? 4 ones. 4 ones. ഇത് വളരെ ഈസി ആണല്ലേ? 9 tens എന്ന് പറഞ്ഞാൽ 90. 4 ones എന്ന് പറഞ്ഞാൽ 4. And the answer is 94. അടുത്തത് 2 tens, 4 tens. 2 plus 4 is 6. അപ്പൊ 6 tens ഉണ്ട്. ഇനി ഇവിടെ എത്ര ബ്ലോക്ക് ആണ്? 6 ones ഉണ്ട്. 1, 2, 3, 4, 5, 6. ഇനി അടുത്തതില് 1, 2, 3, 4, 5, 6, 7, 8. 8 ones ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. നമുക്ക് 10ന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കണ്ടേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ഇത്രയും ഒരു ഗ്രൂപ്പായി മാറി. ബാക്കി എത്രയാണുള്ളത്? 4 ones ഉണ്ട് അല്ലേ? അപ്പൊ ഇത് 1 10 and 4 ones. 6 10 plus 1 10 equal to 7 tens. പിന്നെ 4 ones. 7 10 is equal to 70. 4 1 equal to 4. The answer is 74. ഇത് ഇപ്പൊ തന്നെ വളരെ ലോങ് വീഡിയോ ആയി പോയി. നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ വീഡിയോ എല്ലാം കൂടി അറ്റ് എ ടൈം തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും കേട്ടോ. ഓരോ ടൈപ്പ് ഓഫ് പ്രോബ്ലം നിങ്ങൾ അറ്റ് എ ടൈം ചെയ്യുക. അത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ബ്രേക്ക് എടുത്തതിന് ശേഷം അടുത്ത ടൈപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതാണ്. അതുവരേക്കും ബൈ.